അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നിട്ട് വെച്ചാലേ, ഞാനിപ്പോൾ സ്വർണ്ണപ്പണിയിലേക്ക് വന്നിട്ടിപ്പോൾ ഒരു 25 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ പുതുക്കണൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്വർണ്ണപ്പണിക്ക് പോണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഒരു 6 7 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് സ്കൂൾ പൂട്ടുമല്ലോ. സ്കൂൾ പൂട്ടുന്ന സമയത്ത് 2 മാസം നമുക്ക് വെക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് ആണ് പോയി തുടങ്ങിയത് കേട്ടോ. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു രഘുച്ചേട്ടൻ എന്ന് പറയും, നുച്ചി രഘു എന്ന് പറയും. ആ ചേട്ടൻ്റെ അവിടേക്കാണ് സ്വർണ്ണപ്പണിക്കായിട്ട് പോണത്. അങ്ങനെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്പണിക്ക് പോകണേറ്റ് മുന്നേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനിവിടെ ചായയുടെ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ വല്ലത്തിര ഷാപ്പിൻ്റെ അവിടെ. അപ്പോൾ ചായ ഒരു വണ്ടിയിലാണ്, ഒരു മറ്റേ 4 ചക്രം വണ്ടിയിലാണ് അച്ഛൻ കച്ചവടം നടത്തിയിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സ്കൂൾ പൂട്ടുമ്പോൾ അവിടെ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട്, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി നിൽക്കാറുണ്ട്. പിന്നെ അതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത്, ഇങ്ങനെ നീ വേണമെങ്കിൽ സ്വർണ്ണപ്പണിക്ക് വേണമെങ്കിൽ പൊക്കോന്ന് പറഞ്ഞിട്ട്. അന്ന് സ്വർണ്ണപ്പണിയൊക്കെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയമാണ്. അതായത് എല്ലാവർക്കും സ്വർണ്ണപ്പണിയാണ് അന്ന് ഒരുവിധം. ഈ പെരിഞ്ചേരി അതേപോലെ വല്ലച്ചിറ ഈ ഭാഗത്തൊക്കെ സ്വർണ്ണപ്പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ പണി പഠിക്കാനായിട്ട് പോണത്. അങ്ങനെ രഘുച്ചേട്ടൻ്റെ അവിടേക്കാണ് പോയി തുടങ്ങുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുവശിപ്പണിയാണ്. അവിടെ ഉറുവശിപ്പണി ആണ് പഠിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. അവിടെ അപ്പോൾ കുറേ പേരുണ്ട്, ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോണ സമയത്ത്. അങ്ങനെ അവിടെ നിന്നാണ് പണി പഠിക്കുന്നുണ്ടാ. അങ്ങനെ പണി പഠിച്ച് ആദ്യമൊക്കെ എന്ന് പറയുന്നത് നമുക്കങ്ങനെ പോയി നോക്കിയിരിക്കുക അങ്ങനെ പറ്റുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനൊന്നും നമുക്ക് തരില്ല. ആദ്യം നമ്മളൊരു പണിയുടെ നമ്മൾ നോക്കിയിരിക്കണം. നമ്മൾ നന്നായി അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നോക്കിയിരുന്ന് അങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ പണി പഠിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ തരും, അങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങുക ചെയ്യുക. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണം. നമ്മളെങ്ങനെ അവർ ചെയ്യണമെന്ന് നമ്മൾ നോക്കിയിരിക്കണം. എന്നിട്ടാണ് നമുക്ക് പണി ചെയ്യാൻ തരിക. അങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്ക് അങ്ങനെ പണി തുടങ്ങി. അന്ന് പിന്നെ പണിയാനൊക്കെ മറ്റേ വിളക്കാനൊക്കെ ഈ മണ്ണെണ്ണ വിളക്കണം കേട്ടോ. മണ്ണെണ്ണ കൊണ്ടൊരു വിളക്കുണ്ട്. എന്നിട്ട് അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടിട്ട് അങ്ങനെയാണ് ബ്ലോ പൈപ്പ് കൊണ്ട് ആദ്യം വിളക്കാറ്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ മെയിൻ പണിക്കാരൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഭിലാഷ് എന്ന് പറയും. ഈ ഇവിടെ ഉള്ളതാണ്, മാപ്രാണത്തുള്ളതാണ്. ആ ചേട്ടനാണ് മെയിൻ പണിക്കാരൻ. രഘുച്ചേട്ടൻ്റെ അവിടെ പണിക്കിരിക്കുമ്പോഴൊക്കെ ആ സമയത്ത് കൂടുതൽ നമുക്ക് ഈ ഓഡിയോ കാസറ്റുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് അവിടെ ഒരു ടൈപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇഷ്ടം പോലെ ഓഡിയോ കാസറ്റുകൾ നമ്മൾ കേൾക്കും. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ കണ്ടമാനം കാസറ്റുകൾ ഇറങ്ങുമല്ലോ. കണ്ടമാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, അതേപോലെ ദേമാവേലി കൊമ്പത്ത്, ഈ 2 കാസറ്റ് എന്തായാലും ഉറപ്പായിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ കലാഭവൻ മണിയുടെ കാസറ്റും ഇറങ്ങും. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ കേൾക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മറ്റുള്ള പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു കാസറ്റ് മേടിക്കും. അപ്പോൾ ആ കാസറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കേൾക്കും. ഇവിടെ മേടിക്കുന്നത് അവരും കൊണ്ടുപോകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് പിന്നെ ഈ എന്നിട്ട് പറയുക, നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞ കവിതയൊക്കെ അവിടെ ഇഷ്ടം പോലെ കേൾക്കാറുള്ളതാണ്. അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ കാസറ്റ് അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നത്. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞ കാസറ്റ് അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്കിട്ട് കേൾക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അവിടെ കേട്ടിട്ടുള്ള ആ കാസറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ പിന്നെ അതിക്ക് മുന്നേ പിന്നെ ഈ VD രാജപ്പൻ്റെ കാസറ്റുകൾ ഇറങ്ങാറുണ്ട് ആദ്യം. ഈ മറ്റേ കഥാപ്രസംഗങ്ങൾ, ഹാസ്യ കഥാപ്രസംഗങ്ങൾ, അതും കണ്ടമാനം ഇട്ട് കേൾക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ എന്നിട്ട് പറയുക പണി നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു എന്നിട്ട് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയായിരുന്നല്ലേ. പണി ഒരു സൈഡിൽ കൂടെ നടക്കണമെങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോഴേ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു നല്ലൊരു ഓർമ്മയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അവിടെ ഇപ്പോൾ രഘുചേട്ടനായാലും പിന്നെ രഘുചേട്ടൻ്റെ അമ്മയിലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഈ മറ്റേ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചക്ക കൊണ്ട് ഓരോ വിഭവങ്ങൾ, ഇപ്പോൾ ചക്ക ഉപ്പേരി വയ്ക്കലും പിന്നെ എലിശ്ശേരി പിന്നെ ചക്ക കൊണ്ട് അടീൻ്റെ ഇതൊക്കെ ഞങ്ങൾക്ക് എന്തായാലും എത്തും, മനസ്സിലത്തേക്ക് എത്തും. അതൊക്കെ ഒരു നല്ല ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടെ വേറെ സ്ഥലത്തേക്കാണ് പിന്നെ പോയി തുടങ്ങിയ. അവിടെ തന്നെയാണ് ഇപ്പോഴും പണിയിടുന്നത്. ഇപ്പോഴും പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ 2010 ഇപ്പോൾ അവിടെ മോനേട്ടെന്ന് പറയും, മോനേട്ടൻ്റെ അവിടേക്കാണ്, അവിടെ വീട്ടിലാണ് പണി തരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മേടിച്ചിട്ട് വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർമ്മ നമുക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. പഴയ പണിസ്ഥലവും കാര്യങ്ങളൊന്നും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. 99 SLC പരീക്ഷ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് ഇരുന്നായിരുന്നു. ഇപ്പോൾ 2024 അപ്പോൾ 25 വർഷം ആയിപ്പോൾ. അപ്പോൾ ആ ഓർമ്മയിലിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മണിയുടെ ഒരു പാട്ട് പാടാം. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എന്തായാലും ഞാൻ പാടാം. മയിലാടും കുന്നത്തു നിൽക്കണ മാവിൻ ചോട്ടിൽ പോയ കാലങ്ങളോർത്തു നിന്നില്ലേ ഞാൻ, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്. പെരമരക്കൊമ്പത്തിരുന്നു ഞാൻ നോക്കും നേരം, മേലെ നോക്കി കൊഞ്ഞനം കൂത്തണതോർത്തില്ലേ നീ, പെരയ്ക്കാ കാട്ടി കൊതിപ്പിച്ചില്ലേ, പെരയ്ക്കാ കാട്ടി കൊതിപ്പിച്ചില്ലേ. വാലാത്തിക്കിളി ചിരയ്ക്കണ നേരം നോക്കി, നേരം ചെറു വെളുപ്പിന് മാവിൻ ചോട്ടിൽ, ആരാണിന്നാദ്യത്തും ഞാനോ നീയോ, ആരാണിന്നാദ്യത്തും ഞാനോ നീയോ. മയിലാടും കുന്നത്തു നിൽക്കണ മാവിൻ ചോട്ടിൽ പോയ കാലങ്ങളോർത്തു നിന്നില്ലേ ഞാൻ, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്. നീലാണ്ടൻ മാങ്ങ പറിക്കാൻ കൊമ്പിന്മേൽ ഞാൻ, കൊമ്പൊടിഞ്ഞു വീണതു കണ്ടു കരഞ്ഞില്ലേ നീ, താഴെ വന്നു കണ്ണീർ തുടച്ചില്ലേ ഞാൻ, താഴെ വന്നു കണ്ണീർ തുടച്ചില്ലേ ഞാൻ. മയിലാടും കുന്നത്തു നിൽക്കണ മാവിൻ ചോട്ടിൽ പോയ കാലങ്ങളോർത്തു നിന്നില്ലേ ഞാൻ, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്, കണ്ടു ഞാനുള്ളിൽ കരിനീലക്കണ്ണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.